മലപ്പുറം വേങ്ങര ചോലക്കുണ്ട് ഗവൺമെന്റ് യു.പി. സ്കൂളിന്റെ ക്ലാസ് മുറികളോട് ചേർന്ന് വൈദ്യുതി ലൈൻ മാറ്റണമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മന്ത്രിയെ തന്നെ അറിയിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായില്ല. വിപിൻ സി വിജയൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. ചോലക്കുണ്ട് ഗവൺമെന്റ് യു.പി. സ്കൂളിന്റെ പുറകുവശത്താണ് ഈ നിൽക്കുന്നത്. ഇവിടെ വൈദ്യുതി കമ്പി പോകുന്നത് സ്കൂളിനോട് ചേർന്നാണ്. ഈ ഒരു അപകട ഭീതി ഇവിടുത്തെ നാട്ടുകാർ പലതവണ ചൂണ്ടിക്കാണിച്ചിട്ടും ഒരു നടപടിയും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പരാതി. നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ വൈദ്യുതി കമ്പി ഈ സ്കൂളിന്റെ ആ ഒരു കോമ്പൗണ്ടിനോട്, ക്ലാസ് മുറിയോട് വളരെ ചേർന്നാണ്. ചെറിയൊരു മരത്തിന്റെ കൊമ്പ് കൊണ്ടെങ്കിലും അതിൽ തട്ടാം, അത്രയ്ക്ക് അടുത്താണ് എന്നുള്ളതാണ് ഈ 3 ലൈൻ ഇതിലൂടെ പോകുന്നത്. ഇത് പരാതിയായി ഉന്നയിച്ചിരുന്നു. ഇപ്പോൾ ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായിട്ടുള്ള നാസർ പറപ്പൂര് ഇതുമായി ബന്ധപ്പെട്ട് വൈദ്യുതി മന്ത്രിയെ നേരിട്ട് വിളിക്കുക തന്നെ ചെയ്തു. അദ്ദേഹത്തോട് തന്നെ ചോദിക്കാം, എന്തായിരുന്നു മന്ത്രി പറഞ്ഞത്? മറ്റു ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചോ? പലതവണകളായി ഞങ്ങൾ ഈ ഒരു വിഷയം പരിഹരിക്കുന്നതിന് വേണ്ടി പരാതി നേരിട്ട് നൽകി. ബഹുമാനപ്പെട്ട മന്ത്രിയെ കഴിഞ്ഞ ദിവസം ഞാൻ വിളിച്ചു. അദ്ദേഹം പറഞ്ഞത് ഞാൻ നോക്കട്ടെ, മനസ്സിലാക്കട്ടെ, നിങ്ങളതിൻ്റെ ഡീറ്റെയിൽ ഒന്ന് അയക്കൂ എന്ന് പറഞ്ഞ് ഞാൻ ഡീറ്റെയിൽ വാട്സപ്പിൽ അയച്ചു കൊടുത്തു. അതിനുശേഷം ഞാൻ ഡെപ്യൂട്ടിയെ വിളിച്ചപ്പോൾ വളരെ മോശമായ രീതിയിലാണ് ഡെപ്യൂട്ടി KCBയുടെ തിരൂരുള്ള ഡെപ്യൂട്ടി സംസാരിച്ചത്. ഇതിനുള്ള ഫണ്ട് ആര് തരും, ഇത് കേബിളാക്കി മാറ്റാൻ ഫണ്ട് ആര് തരും എന്നുള്ളതാണ് ചോദിച്ചത്. ഗവൺമെൻറ് സ്കൂളാണ്, ഒരു പൊതുവിദ്യാലയമാണ്. ഈ വിദ്യാലയത്തിൻ്റെ അവസ്ഥ, ഈ വിദ്യാലയത്തിലേക്ക് കടന്നു പോകുന്ന വൈദ്യുതി ലൈന് മാറ്റാൻ ഫണ്ടില്ലെങ്കിൽ പിന്നെ എവിടെ നിന്നാണ്, ആരാണ് പൊതുവിദ്യാലയങ്ങൾക്ക് ഫണ്ട് നൽകുക? വളരെ മോശമായ രീതിയിലാണ് ഡെപ്യൂട്ടി ഞങ്ങളോട് സംസാരിച്ചത്. ഞങ്ങൾ AEയെ കണ്ടിട്ടുണ്ട്. വിശദമായ പരാതി എല്ലാവർക്കും ഞങ്ങൾ നൽകിയിട്ടുണ്ട്. വളരെ അടിയന്തരമായി ഈ അപകടാവസ്ഥയിലുള്ള ലൈൻ മാറ്റി അത് കേബിളോ മറ്റ് സംവിധാനങ്ങളോ ആക്കി മാറ്റണമെന്നുള്ളതാണ് നാട്ടുകാരുടെയും ഞങ്ങളെല്ലാവരുടെയും ആവശ്യം. അതെ, ഒരു അപകടം നമ്മുടെ മുന്നിലുണ്ട്. അതിൻ്റെ വലിയ ദുരന്തം നമ്മൾ കണ്ടതാണ്. എന്നിട്ട് പോലും ഇത്തരത്തിൽ ലാഘവത്തോടെയാണ് ഉദ്യോഗസ്ഥർ സംസാരിച്ചത് എന്നുള്ളത് ഒരു പൊതുപ്രവർത്തകൻ പറയുമ്പോൾ എത്രത്തോളം വളരെ ഗൗരവമുള്ള ഒരു വിഷയം തന്നെയാണ്. അപ്പോൾ ഇതിലൊരു നടപടി ഉടൻ തന്നെ വേണം എന്നുള്ളതാണ് ഈ നാട്ടുകാരുടെ ആവശ്യം. ഒരു അപകടം ഉണ്ടായതിനു ശേഷം പറഞ്ഞിട്ട് കാര്യമില്ല. വളരെ കൊച്ചു കുട്ടികളാണ്. അവർക്ക് ചെറിയൊരു അബദ്ധം പറ്റിയാൽ പോലും അത് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിനപ്പുറമുള്ള ഒരു ദുരന്തമായി തീരുമെന്നതിൽ തർക്കമില്ല. നടപടിയാണ് ആവശ്യം. അർഷക്കിനൊപ്പം വിപിൻ സി വിജയൻ, 24 മലപ്പുറം.